തേജസ്സിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 18-ാം സങ്കീർത്തനത്തിന്റെ 28-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ: ഒന്ന്, അണഞ്ഞുപോയ എൻ്റെ ദീപത്തെ നീ കത്തിക്കും. മറ്റൊന്ന്, എൻ്റെ ചുറ്റിലുമുള്ളതായിട്ടുള്ള അന്ധകാരത്തെ പ്രകാശമാക്കും. എൻ്റെ ദീപത്തെ കത്തിക്കുവാനും എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുവാനും ദൈവമേ, അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. ജീവിതമാകെ ഇരുട്ടിലായിരിക്കുമ്പോൾ, ഇടർന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തളരാതെ, വിശ്വാസം കൈവിടാതെ ദൈവത്തെ നോക്കി പറയുകയാണ്: കെട്ടുപോയ എൻ്റെ ദീപത്തെ കത്തിക്കുവാൻ, എൻ്റെ ജീവിതമാകുന്ന വിളക്കിനെ കത്തിക്കുവാൻ, വീണ്ടും എന്നെ പ്രകാശമാക്കുവാൻ, എനിക്ക് വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഒരു ഉന്നതി തരുവാൻ ദൈവമേ, അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാകുന്ന വിളക്കിനെ കെടുത്തിക്കളയുവാൻ, അന്ധകാരങ്ങൾ ഇട്ടുകൊണ്ട് നമ്മളെ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതി ഇടുമ്പോൾ, ഇനി മുൻപോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ള അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ, നിനക്ക് എവിടെ നിന്ന് രക്ഷ വരും, നിനക്ക് എവിടെ നിന്ന് സഹായം വരും, നിനക്ക് എവിടെ നിന്ന് സൗഖ്യമുണ്ടാകും? പക്ഷേ ഇതിൻ്റെ ഒന്നും നടുവിൽ തളർന്നു പോകാതെ വിശ്വാസം ഏറ്റെടുക്കുകയാണ്. അതെ, നിന്റെ കഷ്ടത്തിൽ നിന്നെ ധൈര്യപ്പെടുത്തുവാൻ വിശ്വാസത്തിനേ കഴിയുള്ളൂ. ഉയർത്തുവാൻ വിശ്വാസത്തിന് മാത്രമേ കഴിയുള്ളൂ. ശക്തീകരിക്കുവാൻ വിശ്വാസത്തിന് മാത്രമേ കഴിയുള്ളൂ. പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകാതെ ധൈര്യത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, എൻ്റെ ദൈവം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ തളരുകയില്ല, എൻ്റെ ദൈവം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഉയർച്ച പ്രാപിക്കും. വിശ്വാസത്തിന്റെ വാക്കുകളെ ഏറ്റുപറയൂ. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ്. 3-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ, ദാവീദിന്റെ ജീവിതം നശിച്ചുപോയി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, ഇനി ഇവന് രക്ഷയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അതെ, അബ്ശാലോം നിമിത്തം താൻ ഓടിപ്പോകുമ്പോൾ, ഈ ദീപം ഇനിയും കത്തുമോ, ഇവനിനി രക്ഷയുണ്ടാകുമോ, ഇവനിപ്പോൾ അന്ധകാരത്തിലേക്ക് മാറിയില്ലേ എന്ന് ശത്രുക്കൾ പറയുമ്പോൾ, അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവരെന്താണ് പറയുന്നത്? ദാവീദിന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് പലരും പറയുന്നു. അവന്റെ ദീപം കെട്ടുപോയി, അവൻ അന്ധകാരത്തിലായി, ഇനി അവനൊരു ജീവിതമില്ല, ഇനി ഈ ദീപം കത്തുകയില്ല, അവൻ ഇരുട്ടിന്റെ ആഴങ്ങളിലേക്ക് തള്ളപ്പെട്ടു. ഇത് മനുഷ്യർ പുറമേ നിന്ന് പറയുമ്പോൾ, ദാവീദിന്റെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ എന്താണെന്നറിയാമോ? നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നതിനുമാകുന്നു എന്ന് പറഞ്ഞാൽ, യഹോവേ, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ നീ പ്രകാശമാക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും, എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. ഈ ദീപത്തെ കത്തിക്കും, അന്ധകാരത്തെ പ്രകാശമാക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഇരുളിന്റെ മേഖലയിലൂടെ, നിന്ദകളിലൂടെ, പരിഹാസങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ തളർന്നു പോകുവാൻ പാടില്ല. വിശ്വാസം നീ ഏറ്റുപറയുമോ, ദൈവത്തെ നീ മുറുകെ പിടിക്കുമോ, അവിടെയാണ് നിന്റെ ജീവിതത്തിന്റെ വിജയം എന്നുള്ളത്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, കെട്ടുപോയ, തകർന്നുപോയ നിന്റെ ജീവിതത്തെ പണിയുവാൻ, കെട്ടുപോയ നിന്റെ പ്രകാശത്തെ മടക്കിത്തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതെ, ദൈവത്തിങ്കിലേക്ക് നോക്കൂ.
അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കുന്നെങ്കിൽ, നിന്റെ കഷ്ടത്തിൽ, വേദനയിൽ, പ്രയാസങ്ങളിൽ ദൈവത്തിങ്കിലേക്ക് നീ നോക്കുമെങ്കിൽ, ഇതാ ഒരു പ്രകാശം വരുന്നു. നിന്നയെ മാറ്റുന്ന പ്രകാശം, തളർച്ചയെ മാറ്റുന്ന പ്രകാശം, രോഗത്തെ സൗഖ്യമാക്കുന്ന പ്രകാശം, നിന്റെ ഹൃദയത്തിൽ സമാധാനം തരുന്ന പ്രകാശം, നിനക്ക് ആരോഗ്യം തരുന്ന പ്രകാശം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ഇരുളിന്റെ അനുഭവങ്ങളെ മാറ്റി ജീവിതത്തെ ശോഭാപൂർണമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. നിന്റെ ജീവിതത്തെ കത്തിക്കുവാൻ, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ഉയർച്ച തരുവാൻ, നിന്റെ ഭവനത്തിൽ പ്രകാശം തരുവാൻ, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കോശം നിന്റെ ഭവനത്തിൽ ഒരുക്കി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൽ ആശ്രയിക്കും. ലൂക്കോസിന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ അതിന്റെ 7-ാം അധ്യായത്തിൽ ഇതാ ദീപം കെട്ടുപോയ അന്ധകാരത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ ഒരു വിധവയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പട്ടണത്തിന്റെ പേര് വെച്ചാണ് അവളെ അറിയപ്പെടുന്നത്, നയീൻ പട്ടണത്തിലെ വിധവ. അവളോ വിധവ, ഏകമകനും മരിച്ചു പോയിരിക്കുന്നു. നോക്കൂ, എല്ലാം തകർന്ന സാഹചര്യങ്ങൾ, ഇനി എങ്ങനെ ഉദ്ധാരണമുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന മേഖലകൾ. യേശുവും ശിഷ്യന്മാരും കടന്നു പോകുമ്പോൾ ഇതാ ഒരു മഞ്ചം ചുമന്നുകൊണ്ട് ആൾക്കാർ വരുന്നു. ഒരു മാതാവ് കരഞ്ഞു നിലവിളിക്കുന്നു. യേശു കണ്ടു, അവിടെ നിന്നു. ആ മഞ്ചത്തെ യേശു തൊട്ടു. മകളെ കരയേണ്ട, മകളെ കരയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആ ദീപത്തെ കത്തിച്ചു. കെട്ടുപോയ ദീപത്തെ, അന്ധകാരങ്ങളെ ശാസിച്ചുകൊണ്ട് മഞ്ചത്തിൽ കിടക്കുന്ന മരിച്ചുപോയ ബാല്യക്കാരോട് പറയുന്നു, നീ എഴുന്നേൽക്ക്. യേശു അവരുടെ ജീവിതത്തെ കത്തിച്ചു, അവിടെ ഇരുട്ടിനെ പ്രകാശമാക്കി. എത്ര സന്തോഷം, എത്ര സമാധാനം! ഇരുളിൽ വലിയൊരു വെളിച്ചം. നയീൻ പട്ടണത്തിന്റെ ഇരുളിനെ മാറ്റി വലിയൊരു വെളിച്ചം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. യേശു ആ കുടുംബത്തിന് വെളിച്ചം നൽകി, ജീവൻ നൽകി. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ വെളിച്ചം തരുവാൻ, കെട്ടുപോയതിനെ കത്തിക്കുവാൻ, ഇല്ലായ്മയെന്നും ഉളവാക്കി തരുവാൻ യേശു ശക്തനാണ്. അവരിൽ നീ ആശ്രയിക്ക്. അതെ, ഈ ദിവസങ്ങളിലായി അവൻ നിന്റെ ദീപത്തെ കത്തിക്കും. നിന്റെ അന്ധകാരത്തെ അവൻ പ്രകാശമാക്കും. വെളിച്ചമായവന്റെ അനുഭവങ്ങൾ തലമുറകളിൽ, കുടുംബത്തിൽ വെളിപ്പെട്ടു വരും. അതിന് ദൈവം ശക്തനാണ്. തളർന്നു പോകരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവരുടെ ഇരുളിനെ മാറ്റണമേ. കിട്ടുപോയ വിളക്കിനെ കത്തിക്കണമേ. പ്രകാശം അവർ കൊടുക്കണമേ. നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃശുശ്രൂഷയിൽ പാസ്റ്റർ കെ സാമുവേൽ. തന്നു നീ ക്രൂശിതൻ നിണത്താലൻ രക്ഷയും തന്നു നീ ക്രൂശിതൻ നിണത്താലൻ രക്ഷയും